സുഹൃത്തുക്കളെ, അടുത്ത സമാധിക്കുള്ള ആള് എന്ന രീതിയിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടോ, ഒന്ന് കണ്ടോക്കാവേ. നമസ്കാരം സ്വാമി. നമസ്കാരം. ഇപ്പം ഞങ്ങളൊരു മൊബൈലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ സ്വാമിന്റെ അടുത്തേക്ക് എത്തിയത്. അതായത് സ്വാമി ഞാനാണ് പത്മനാഭ ക്ഷേത്രത്തിലെ മൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, ആരാണ് സ്വാമി? ഞാൻ പത്മനാഭനാണ്, മഹാവിഷ്ണുവാണ്, ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ മൂന്ന് ശക്തി ഞാനാണ്. അത് ഞാനാണെന്ന് സ്വയം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ കയ്യിലുള്ള കൈര് എന്തിന്റെ അടിസ്ഥാനത്തിലായാലും ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, ഈ ഒരു മനുഷ്യൻ ആരാണെന്നോ ഇദ്ദേഹത്തിന് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതിപ്പോൾ ഗംഭീരമായിട്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അടുത്ത സമാധിക്കുള്ള വഴി ആയിട്ടുണ്ട് എന്ന രീതിയിലാണ്. ഈ ഒരു മനുഷ്യൻ ഇരുന്ന ഇരിപ്പിൽ പറയുന്നത് ഞാനാണ് മഹാവിഷ്ണുവാണ്, ഞാനാണ് ദൈവം എന്ന രീതിയിലൊക്കെ പറയുന്നത്. അഹം ബ്രഹ്മാസ്മി. ഒരു തരത്തിൽ അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. കാരണം അദ്ദേഹം ദൈവമാണ്. ഒരുപക്ഷെ ദൈവിക സങ്കല്പത്തിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറയുന്ന വാക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം ദൈവമാണ്. നമ്മളെല്ലാവരും ദൈവത്തിന്റെ പാർട്ടികളാണ് എന്നൊക്കെ രീതിയിൽ വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എടുക്കാം. പക്ഷെ അദ്ദേഹം പറയുന്നത് അങ്ങനെയല്ല, ഒരല്പം കൂടിയ രീതിയിലാണ്. ഒന്ന് കേട്ടോക്കാം. നമസ്കാരം സ്വാമി. നമസ്കാരം. ഇപ്പം ഞങ്ങളൊരു മൊബൈലിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ സ്വാമിന്റെ അടുത്തേക്ക് എത്തിയത്. അതായത് സ്വാമി ഞാനാണ് പത്മനാഭ ക്ഷേത്രത്തിലെ മൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിൽ ഒറ്റ ചോദ്യം എനിക്കുള്ളൂ, ആരാണ് സ്വാമി? ഞാൻ പത്മനാഭനാണ്, മഹാവിഷ്ണുവാണ്, ബ്രഹ്മം വിഷ്ണു മഹേശ്വരൻ മൂന്ന് ശക്തി ഞാനാണ്. അത് ഞാനാണെന്ന് സ്വയം തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്റെ കയ്യിലുള്ള കൈരേഖ, അതായത് ഞാൻ മഹാവിഷ്ണുവിനെ കണ്ടിരുന്നു. എന്നെ 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. ഫസ്റ്റ് പ്രാവശ്യം പോയത് ബുള്ളറ്റിലും, 2ാമത്തെ പ്രാവശ്യം പോയത് ട്രെയിനിലായിരുന്നു. ഈ 2ാമത്തെ പ്രാവശ്യം പോകുമ്പോ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് 5000 രൂപ കടം മേടിച്ചിട്ടാണ് ഞാൻ പോയത്. ഇനി എന്താ അറിയേണ്ടത്? 5000 രൂപ കൊടുത്ത് അത്രയും ഉണ്ണീന്റെ നിന്ന് കടവും വാങ്ങി പത്മനാഭനെ കണ്ട് മടങ്ങി വന്നിട്ട് ഞാൻ പത്മനാഭന എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെങ്ങനെ വിശ്വസിക്കുക? നിങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയും. അത് ആ മനുഷ്യൻ വളരെ കോൺഫിഡൻറ്റോട് പറയുന്നത് സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയും, ഞാനാണ് മഹാവിഷ്ണു, ഞാനാണ് അവതാരം എന്നൊക്കെയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ നമുക്ക് അംഗീകരിക്കാൻ കേട്ടോ. ഇതേപോലൊക്കെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾദൈവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാലശേഷം ഒരുപക്ഷെ ആളുകൾ ഇദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് ദൈവമാക്കിയിട്ടില്ലെങ്കിൽ മാത്രം നമ്മളെ സംശയിച്ചാൽ മതി, അല്ലേ? ബൈ.